When the world is full of worries and the future feels unsure, I will hold on to your promise, 'cause your word will still endure. Even when I cannot see, I know you are here with me. I walk by faith, not by sight, holding on to Jesus Christ. In the dark, you are my light. Guide me through both day and night. I walk by faith, not by sight. Every step you go before me, though the road is hard and long, I will trust you will sustain me. You're the strength that keeps me strong. Even when I cannot see, I know you are here with me. I walk by faith, not by sight, holding on to Jesus Christ. In the dark, you are my light. Guide me through both day and night. I walk by faith, not by sight. Oh, I will trust you all my days. Oh, I will follow your ways. Oh, you are faithful, you are true. My tomorrow's safe with you. I walk by faith, not by sight, holding on to Jesus Christ. In the dark, you are my light. Guide me through both day and night. രക്ഷിക്കാനിങ്ങളുടെ നമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തോബിയത്തിന്റെ പുസ്തകത്തിൽ നല്ല വായന. അധ്യായം 8 വചനങ്ങൾ 5 മുതൽ. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് വേണ്ടി അവനെ പോലെയുള്ള ഒരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. നമ്മുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ദാവീദിലൂടെ സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്പോൾ പ്രകാരം അരുളി ചെയ്യുന്നുണ്ടല്ലോ: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു എന്ന്. കർത്താവെ, അങ്ങാണ് ഭവനം പണിയുന്നത്. അങ്ങ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കണ്ണിവാനായി സ്വയം ഈ ഭവനത്തിൽ നിന്ന് വിവാഹിതനാകുവാനായിട്ട് പോകുന്ന ടോണിയെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ വാഗ്ദാനത്തിന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങളുടെ പൂർവികരെ മരിച്ചുപോയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനത്തിനായിട്ട് പുറപ്പെടുമ്പോൾ തുണിയെ പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരെയും, ദേവാലയത്തിൽ ഒന്നുചേരുന്ന എല്ലാവരെയും, എൻ്റെ ജീവിത പങ്കാളിയെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയും കൃപയും എപ്പോഴും ഈ മകനോടും കൂടെ, ഈ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താലെയും ഇവിടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലെ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഈ വാഗ്ദാനം വിശ്വസ്തയോടും കൃത്യതയോടും കൂടെ അങ്ങേക്ക് നൽകുന്ന വാഗ്ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം ഈ മകന് കൊടുക്കണമേ. ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി വിശുദ്ധ പിതാവിൻ്റെ ഹൃദയം വഴി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് റോമിയോടും കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ
സ്നേഹപാരമ്യമേ യോഗ്യതയില്ലെന്നിൽ നാഥ നീ എന്നുള്ളിൽ വന്നിടുവാനായി ഹൃദയങ്ങൾ തേടുന്ന ദേവാ എൻ്റെ ഹൃദയം നിനക്കായി നേകാം കൊതിയോടെ ഞാനും നിൽക്കുന്നു സവിധേ അണയേണമെന്നുള്ളിൽ കരുണാമയ കൊതിയോടെ ഞാനും നിൽക്കുന്നു സവിധേ അണയേണമെന്നുള്ളിൽ കരുണാമയ ഓ ദിവ്യകാരുണ്യമേ ഓ സ്നേഹപാരമ്യമേ അവിടുന്നെൻ കൂടെയില്ലെങ്കിൽ ഞാൻ വീഴുന്നു ബലഹീനനായി അകലാതെ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വിശുദ്ധ അടയാളമായി ജീവിക്കുവാനും ഇവർക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പലചാനോടുകൂടി സ്വാഗതം ചെയ്യും. ഈ മനസ്സുമായിട്ട് മാനാണ് ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട സതീശനെ ആദരവോടെ സ്വാഗതം ചെയ്യും. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മറ്റൊരു സ്നാനാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം
അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിതകാലയായി അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി തിരുമുമ്പിൽ ഈ ദാസരെയും മനുഷ്യനെയും സ്വന്തം മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെയും കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുമേ. ഇസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നന്മകളൊന്നും പുറമുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. Thank you.
എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കൂടിക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മഞ്ജു ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഇത് നമ്മളെല്ലാവരും ദേവാലയത്തിൽ ഒന്നിച്ചിട്ടുള്ളത്. മഞ്ജു മോനെ വിവാഹവാഗ്ദാനം നടത്തുമ്പോഴും അത് മരണം വരെ നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു ഉടമ്പടിയിലേക്കാണ് പ്രവേശിക്കുകയായിരുന്നു. ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിലാണ് എന്നാണ് കൃത്യതയോടുകൂടെ നിങ്ങളെ ഓർക്കുകയാണ്. തന്നെ ഇവിടെ ആരംഭം കുറിക്കാം എന്ന വാഗ്ദാനം നൽകുന്ന ജീവിതം അത് അങ്ങേയറ്റം സ്നേഹത്തോടെ വിശ്വസതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ പൂർത്തിയാക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അനുവർത്തിക്കണമെന്ന് തിരുസഭപ്പെട്ടിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ എവിടെയെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ അവിടെ താളം തെറ്റുന്ന കുടുംബങ്ങളെ ഒത്തിരിയധികം കാണാം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ഒന്നാമത്തേത് ദമ്പതികളുടെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിക്കുക. ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും പരസ്പരമുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവിത പങ്കാളിയെ കുറവുകളിലും പോരായ്മകളിലും ഒക്കെ നമുക്ക് മാതൃക. ഈ മാതൃക ജീവിതത്തിൽ സ്വീകരിച്ച് ഒന്നാമതായി വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജന്മം കൊടുത്ത് വളർത്തുവാനുള്ള പ്രാപ്തിയും ആരോഗ്യവും എല്ലാ തരത്തിലുള്ള സാധ്യതകളും നിങ്ങൾക്ക് മുൻപിലുണ്ടോ അത്രയും മക്കളെ സ്വീകരിക്കുവാൻ വേണ്ടി ശ്രദ്ധാപെടുന്നത് നന്മയുള്ളവരായി തീർക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കർത്തവ്യം. അതും ഈ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യം. തിന്മയുടെ അടയാളങ്ങളെ ജന്മം കൊടുത്ത് പരിപാലിച്ചു വളർത്താതെ നന്മയുടെ വിശുദ്ധ സാക്ഷ്യങ്ങളെ പരിപാലിച്ചു വളർത്തുവാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ ബലിയും ഉപസാരവും പ്രാർത്ഥനയും വചനവും ആത്മീയമായ സുഹൃത്തുക്കളും ജീവിതത്തിൽ ശീലമാക്കേണ്ടത്. 4ാമത്തേതാണ് മക്കളെ സത്യവിശ്വാസത്തിൽ കൗദാശിക വരപ്രസാദത്തിൽ വളർത്തുക. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ശീലമാക്കിയാൽ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ദാസം എന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമർത്ഥത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾ നൽകുകയാണ്. മാതാപിതാക്കളും സാക്ഷികളും വേണ്ടിയിട്ട് റോണി എന്ന് വിളിക്കുന്ന സ്കറിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹം ഉദാശയിലൂടെ മഞ്ജു എന്ന് വിളിക്കുന്ന ഏരിയാമേ ഇത് ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മഞ്ജു എന്ന് വിളിക്കുന്ന ഏരിയാമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹം ഉദാശയിലൂടെ റോണി എന്ന് വിളിക്കുന്ന സ്ത്രീയായി നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ?
ഈ വിവാഹത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹപരമായി നടത്തിയ റോണിയെയും മഞ്ജുവിനെയും വിശുദ്ധ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. തിരുക്കുടുംബത്തിലെ നാഥനായ മാനവസ്യത്തിന്റെയും നമ്മുടെ പിതാവായ പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സ്വന്തമാക്കട്ടെ. സകല വിശുദ്ധരെയും വിശേഷിയ നമ്മുടെ സഭയിലെ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദ്യസ്ഥിതികൾക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ നയിക്കും. നിങ്ങൾ ചെയ്യുന്ന അവിടുന്ന് തന്നെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിലും ദൃഢമാക്കട്ടെ. നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കുടുംബത്തിൽ പങ്കെടുത്തെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുമീ വേദിയിൽ നാഥനർപ്പിച്ചിടും കാൽവരിയാഗത്തിൻ നേരമായി അത്യുന്നത നാമം വാഴ്ത്തിപ്പാടി മാലാഖമാർ ചേർന്നിടുന്നു സ്തോത്രഗീതം പാടി ദിവ്യ ഗുരുവിൻ യാഗത്തിലൊന്നായിടാം.
സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുമീ വേദിയിൽ നാഥനർപ്പിച്ചിടും കാൽവരിയാഗത്തിൻ നേരമായി. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ഇതുവഴി പോരുവതാരോ തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ തൊഴുതുണരാൻ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ ഈ തെരുവിനോരത്തു നീളെ നീ എഴുതിടും കോലമോ പറയൂ ഇളവെണ്ണിലവേ നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ തൊഴുതുണരാൻ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി
വാഴും നേരം ഏതേതോ നാട്ടിലെ തേൻ കിളിയേ മാലയക്കുന്നിൽ വീലാടും നേരം ഊരാകെ കാണുവാനീ വഴിവാ കനിപ്പാടും വലം വെക്കും കാടച്ചിറകുരുമ്മ ഇടത്തെങ്ങോ മഴയ്ക്കൊപ്പം മനസ്സും നനഞ്ഞിറങ്ങാം അന്തിവാനച്ചോലയിൽ മെയ് മുങ്ങി നീരാടാം തെല്ലുനേരം തമ്മിലൊന്നായി കുഞ്ഞുകൂടിൽ മിഴിമയക്കം തൊടാനരികിൽ ഒഴുകി വരുമേ കിനാമഴയിൽ കുറുമ്പുകളിൻ മനസ്സിലൊരുമി നിലാക്കുളിരും ഉള്ളിനുള്ളിൽ മഞ്ഞു വീഴും നല്ല കാലം കാണാൻ വിളിമൈനെ കണ്ണിടാതെ വാ മുന്നിലാകെ മിന്നിമായും വർണ്ണമേഴും വാങ്ങാൻ നീലി നിന്നും മാറിവില്ലേ വാ നീലനിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ നീലനിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ ഈ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിൽ എല്ലാ നിയമങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുവനന്തപുരം ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. രക്തത്താൽ ഞങ്ങളെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മേ, നീ തന്നെയാണ് എല്ലാ കുടുംബത്തിൻ്റെയും മാധ്യസ്ഥനായിട്ടുള്ള അപേക്ഷിക്കുന്നവരുടെ ഉപേക്ഷിക്കുന്നവരുടെ പരിശുദ്ധ അറിയമേ. ഈ കുടുംബത്തിന് വേണ്ടി ദിവസത്തിലേക്ക് മാധ്യസ്ഥം വഹിക്കണമേ. മധുരകുമാരൻ എന്നതുപോലെ ഇവർ കൊടുക്കുന്ന കുടുംബത്തിന് ഇതിനെ ദിവസത്തിൽ മാധ്യസ്ഥം വഹിച്ച് എല്ലാ കുറവുകളെ ഏറ്റെടുക്കുന്ന പരിശുദ്ധാമ്മ ഈ തിരുക്കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെയും അടുക്കള മുതൽ അൾത്താരകളുടെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും ദൈവമാധ്യസ്ഥം വഹിക്കണമേ. കുറവുകളെ നിറവുകളാക്കുന്ന പരിശുദ്ധാമ്മെ വ്യക്തി ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്
ഇവരാരംഭിക്കുന്ന കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവസന്നിധിയിൽ മാത്രം സംഭവിക്കട്ടെ. അന്ന് നിറഞ്ഞു മറിയമേ സ്വസ്തി, ഭാവമീയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസ കുടുംബത്തിൽ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നയിക്കും.